Dear students, welcome back to math class. Today's topic is rectangle and square. Okay, all of you look at this board. Here 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 dots. Okay, that is dots in a rectangle. അതായത് ഈ റെക്റ്റാങ്കിൾസ് നമുക്ക് എന്ത് കിട്ടും ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിൾസ് ദീസ് ഡോട്ട്സ് മേക്ക് എ റെക്റ്റാങ്കിൾ അല്ലേ. ഈ ഡോട്ട്സുകൾ ചേർന്നാൽ നമുക്ക് എന്താ കിട്ടുക, റെക്റ്റാങ്കിൾ കിട്ടും. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഡോട്ട്സ് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ? ഓക്കെ, ലിസൺ. ഇപ്പോൾ 15 ഡോട്ട്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ ഈ 3 ഡോട്ട്സ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, ഇവിടുത്തെ ഈ റൈറ്റിലുള്ള 3 ഡോട്ട്സുകൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? ഇതുപോലൊരു ഫിഗർ അല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? ഇതിൽ 3 എണ്ണമാണ് നമ്മൾ ഇവിടെ മുകളിൽ കൊടുന്ന് വെച്ച് കൊടുത്തത് ഡോട്ട്സുകൾ. ഇപ്പം എത്ര ഡോട്ട്സ് ഉണ്ട് ഇതിൽ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 15 തന്നെ ഇതിലും ഉണ്ട്. ഓക്കെ, മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പം ഇതൊരു സ്ക്വയർ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എക്സ്ട്രാ എത്ര ഡോട്ട്സ് ചേർത്ത് കൊടുക്കണം? ഇവിടെ നമുക്ക് ഒരു ഡോട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇപ്പോൾ നോക്കുന്നേ, ഓരോ റോയിലും കോളംസിലും എന്താണ് ഡോട്ട്സുകളുടെ എണ്ണം ഈക്വൽ ആയിട്ടുണ്ട്. റോയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? ഓരോ റോയില് 1, 2, 3, 4. ഇനി കോളംസ് 1, 2, 3, 4 അല്ലേ. ഓരോ കോളം 4 ഡോട്ട്സ് ഉണ്ട്. അതേപോലെ റോസിലും 4 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഡോട്ട്സ് വന്നു? 16 ഡോട്ട്സ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് നമ്പറിൻ്റെ ഫോമിൽ എഴുതാം? 4 സ്ക്വയർ ഈക്വൽസ്, ഇവിടെ നോക്ക് ഒരു റോയിൽ എത്ര ഡോട്ട്സ് ആണ്? 5 ഡോട്ട്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 3 × 5, അതായത് നമുക്ക് 15 ഡോട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ ഇവിടുത്തെ 3 ഡോട്ട്സിനെയാണ് നമ്മൾ ഇവിടെ മുകളിൽ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ദെൻ അത് സ്ക്വയർ ആക്കാൻ വേണ്ടി ഒരു ഡോട്ടും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 16 ഡോട്ട്സ് ആണ് ഉള്ളത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 സ്ക്വയർ ഈക്വൽസ്, ഇനി നമ്മൾ 3 × 15, അതായത് ആദ്യം ഉണ്ടായിരുന്ന 15 ഡോട്ട്സിൻ്റെ കൂടെ നമ്മൾ സ്ക്വയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 സ്ക്വയർ ഈക്വൽസ് 3 × 5 + 1. Okay, the next, can we do this for all rectangular arrangements? The numbers here are 3, 4, 5. ഇവിടെ നമ്മൾ നമ്പേഴ്സ് നോക്ക് നിങ്ങൾ, 3, 4, 5. ഈ 3, 4, 5 എന്ന് പറഞ്ഞ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? 3, 4, 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇത് 3, 4, 5. ഇനി ബാക്കിയുള്ള അതേപോലെ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഫോർ ദിസ് ട്രിക്ക് ടു വർക്ക്, വാട്ട് ഷുഡ് ബി ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം ഓഫ് ദി റെക്റ്റാങ്കിൾ? ദ നെക്സ്റ്റ് വി ക്യാൻ റൈറ്റ് ദിസ് ഇൻ നമ്പേഴ്സ് ആസ്, ജസ്റ്റ് നമുക്കൊരു പാറ്റേൺ ആയിട്ട് നോക്കി നോക്കാം. ഹിയർ 2 സ്ക്വയർ ഈക്വൽസ് 1 × 2 + 1. First 2 square is 1 × 2 + 1. The next 1 × 3 + 1. 1 × 3 + 1, അതായത് ഓൾറെഡി 2 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1, 2, 3. 2 square is 1 × 3 + 1. 1 × 3, 3 + 1 4. The next number 3 square.
3 square is 2 into 4 plus 1. അപ്പോൾ 2 3 4. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, 3 ആണ് ഇവിടെ ഉള്ളത്, 3 സ്ക്വയർ ദെൻ ഇൻറ്റു 4 പ്ലസ് 1. അപ്പോൾ നെക്സ്റ്റ് 4 സ്ക്വയർ നമ്മൾ ഓൾറെഡി എഴുതിയതായിരുന്നു. 4 സ്ക്വയർ ഈസ് 3 into 5 3 into 5 പ്ലസ് 1. അപ്പോൾ 5 സ്ക്വയർ എങ്ങനെ എഴുതാം? 1 2 3 ദാറ്റ് ഈസ് 4 into 3 4 5 then 6 plus 1. Okay, then try to continue this. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എഴുതുക കേട്ടോ, കുറച്ച് സ്റ്റെപ്സും കൂടെ. അതാണ് റെക്റ്റാങ്കിൾ ആൻഡ് സ്ക്വയർ. ഈ നെക്സ്റ്റ് പേജ് നമ്പർ 92 ഒരു പ്രൊജക്റ്റ് പറയുന്നുണ്ട്, ലാസ്റ്റ് ഡിജിറ്റ്. Look at the last digit of squares of natural numbers from 1 to 10. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതായിരുന്നു അല്ലേ, 1 to 10 അല്ലെങ്കിൽ 1 സ്ക്വയർ 1, then 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, നെക്സ്റ്റ് 4 സ്ക്വയർ 16, then 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, then 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. അപ്പോൾ 1 മുതൽ അതായത് 1 to 10 വരെയുള്ള നമ്പേഴ്സുകളുടെ സ്ക്വയർ നോക്കുക. 1 4 9 6 16 25 36 49 64 81 100. അപ്പോൾ ഈ സ്ക്വയറുകളൊക്കെ ഏത് ഡിജിറ്റിലാണ് അവസാനിക്കുന്നത്? അല്ലെങ്കിൽ 1 to 10 വരെയുള്ള സ്ക്വയറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് ഇതൊക്കെയാണ്. 1 4 9 then 6, 1 4 9 6 5 then again 6 9 4 1 0. ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. 1 4 9 6 5 6 9 4 1 0. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്? 1 4 6 ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സ്ക്വയറുകളുടെ ലാസ്റ്റ് ഡിജിറ്റ് 1 4 9 6 5 6 9 4 1 0. Now look at the last digits of squares of natural numbers from 11 to 20. ഇനി ഇതേപോലെ തന്നെ 11 മുതൽ 20 വരെയുള്ള നമ്പേഴ്സുകളുടെ സ്ക്വയർ. ഇപ്പോൾ 11 സ്ക്വയർ 121. ഓക്കെ, 12 സ്ക്വയർ 144, 13 സ്ക്വയർ 169, 14 സ്ക്വയർ 196, 15 സ്ക്വയർ 225, 16 സ്ക്വയർ 256. The next 17 സ്ക്വയർ 384, 18 സ്ക്വയർ 17 സ്ക്വയർ 289, 18 സ്ക്വയർ 384, then 19 സ്ക്വയർ 361, 20 സ്ക്വയർ 400. ഇനി അതിലെ ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കുക. ഓരോ സ്ക്വയറുകളിലെയും ലാസ്റ്റ് ഡിജിറ്റ് 1 4 9 6 5 6 9 4 1 0. ഇവിടെ ഉള്ളതോ 1 4 9 6 5 6 9 4 1 0. അപ്പോൾ 1 to 10 നമ്പേഴ്സ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സുകളുടെ സ്ക്വയർ എടുത്തപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകളാണിത്. 11 to 20 വരെയുള്ള നമ്പേഴ്സുകളുടെ സ്ക്വയറുകളുടെ ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കുക. അതും എന്തുതന്നെയാണ്? 1 4 9 6 5 6 9 4 1 0. അപ്പോൾ അത് രണ്ടും എന്താണ്? സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. Do we have the same pattern? Let us look at another thing. Does any perfect square end in 2? ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ 2ൽ അവസാനിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കി നോക്ക് നിങ്ങൾ. ഇതിലെ ലാസ്റ്റ് ഡിജിറ്റുകൾ 1 4 9 6 5 6 9 4 1 0. ഇതിൽ 2 വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്തിൽ അവസാനിക്കുന്നില്ല? 2ൽ
അവസാനിക്കുന്നില്ല. വിച്ച് ആർ ദ ഡിജിറ്റ്സ് which do not occur at the end of perfect squares? Next is 2637, then a perfect square. 2637, 2637 perfect square ആണോ ആണ് ചോദിച്ചിട്ടുള്ളത്. Then to decide that a number is not a perfect square, we need only look at the last digit. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാസ്റ്റ് ഡിജിറ്റുകൾ ചെക്ക് ചെയ്യാം. ഈ ഡിജിറ്റുകൾ അല്ലാത്ത നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവില്ല. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റാണ് വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, 2637 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 7 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. ഈ നമ്പേഴ്സിൽ അത് വരുന്നുണ്ടോ? ഈ ഡിജിറ്റുകളിൽ 7 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നമ്പർ 2637 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു 2ൽ അവസാനിക്കുന്ന നമ്പേഴ്സുകൾ എന്താവണമെന്നില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവണില്ല. കാരണം ഇതിൽ 2 വരുന്നുണ്ടോ? ലാസ്റ്റ് ഡിജിറ്റ് ഇല്ല. അപ്പോൾ 2ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവില്ല. ദ നെക്സ്റ്റ്, ക്യാൻ വി ഡിസൈഡ് ദാറ്റ് എ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഫ്രം ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് എലോൺ? ഇനി ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ? പറ്റുമോ? ഇപ്പോൾ 14 ജസ്റ്റ് ഒരു 2 ഡിജിറ്റ് നമ്പറാണ് എന്ത്? 14. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 4 ഇതിൽ വരുന്നുണ്ട് അല്ലേ? പക്ഷേ 14 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ നോക്ക് നിങ്ങൾ, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ 9ൻ്റെയും 16ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് എന്ത്? 14. 14 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണ് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് തീരുമാനിക്കാം. അതായത് ഈ ഡിജിറ്റുകൾ നോക്കിയാൽ മതി. ഈ ഡിജിറ്റുകൾ ഒന്നും വരുന്നില്ലെങ്കിൽ ആ നമ്പർ എന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ഈ ഡിജിറ്റുകൾ വന്നാൽ എല്ലാ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക്ക് റിവേഴ്സ് കമ്പ്യൂട്ടേഷൻ. Reverse computation. We have to draw a square and its area must be 9 square centimeters. അപ്പോൾ നമ്മളൊരു സ്ക്വയർ നമുക്ക് വരക്കണം. അതിൻ്റെ ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. ദെൻ ഹൗ ഡു വി ഡു ഇറ്റ്? എങ്ങനെ നമുക്കത് വരക്കാൻ പറ്റും? ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ദ സ്ക്വയർ ഓഫ് ദി സൈഡ്. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് the square of the side. Area of a square is square of the side. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ദ സ്ക്വയർ ഓഫ് ദ സൈഡ് ആണ് നമുക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അപ്പോൾ ഇതാണ് ഏരിയ 9. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ 9 എന്ന് പറയുന്ന നമ്പർ ഏതിൻ്റെ സ്ക്വയറാന്ന് നോക്കാം. അപ്പോൾ 9 ഏതിൻ്റെ സ്ക്വയർ ആണ്? ക്യാൻ യു സേ? യെസ്, 3 സ്ക്വയർ ആണ് എന്ത്? 9. അപ്പോൾ നമ്മൾ വരക്കേണ്ട സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ദ നെക്സ്റ്റ്, ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 169 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് എ സൈഡ്? ഇനി ഇവിടെ ഇപ്പോൾ നമ്മളോട് 9 ആണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഏരിയ 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്താ വരിക?
ആ സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് വരക്കാനുള്ള സ്ക്വയറിൻ്റെ ഏരിയ 169 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ 169 എന്ന് പറയുന്ന നമ്പർ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് നോക്കിയാൽ മതി. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണിത്? 13 സ്ക്വയർ ആണ് എന്ത്? 169. അതായത് 13 സ്ക്വയർ 169 ആണ്. അപ്പോൾ നമുക്ക് സൈഡിൻ്റെ ലെങ്ത് എത്രയെന്ന് പറയാം? 13 സെൻറ്റിമീറ്റർ. ഓർ 169 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 സ്ക്വയർ. ഇവിടെ 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ക്വയർ. ഓക്കെ. The next, here given a number we found out which number it is the square of. This operation is called extracting the square root. ഒരു പുതിയ വേർഡാണ് സ്ക്വയർ റൂട്ട്. നോക്കുക. We must find out number squared gives 169 or 9. Looking up our table of squares, we find that 13 square is 169. 13 square 169. അതേപോലെ 3 square 9. The next, so we must draw a square of sides 3 centimeters and 13 centimeters. അപ്പോൾ ആദ്യത്തെ കേസിൽ സ്ക്വയറിൻ്റെ സൈഡ് 3 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ കേസിൽ സ്ക്വയറിൻ്റെ സൈഡ് 13 centimeters. Here given a number we found out which number it is the square of. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആ തന്നിട്ടുള്ള നമ്പർ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണോ എന്ന് നോക്കാം. ദിസ് ഓപ്പറേഷൻ ഈസ് കോൾഡ് എക്സ്ട്രാക്റ്റിംഗ് ദ സ്ക്വയർ റൂട്ട്. ആ ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്? സ്ക്വയർ റൂട്ട്. തന്നിട്ടുള്ള നമ്പർ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് എന്ത്? സ്ക്വയർ റൂട്ട്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് the square of 13 is 169, we can say in reverse that the square root of 169 is 13. Okay, അപ്പോൾ സ്ക്വയർ ഓഫ് 13 169 എന്ന് പറയുന്നതിന് പകരം സ്ക്വയർ ഓഫ് 13 169 എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം we can say in reverse that the square root of 169 is 13. അപ്പോൾ എങ്ങനെയൊക്കെ പറയാം? സ്ക്വയർ ഓഫ് 13 169 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈസ് 13. അപ്പോൾ ഇവിടെ ആണെങ്കിലോ സ്ക്വയർ ഓഫ് 3 ഈസ് 9. ഇനി റിവേഴ്സിൽ എങ്ങനെ പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഈസ് 3. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ജസ്റ്റ് ആസ് വി റൈറ്റ് 13 സ്ക്വയർ ഈസ് 169 ആസ് ഷോർട്ട് ഹാൻഡ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് the square of 13 is 169. We write the statement the square root of 169 is 13 in shorthand form as ഒരു സിമ്പിൾ ഉണ്ട്. 169 equals 13. Okay. The next, the extraction of square root is indicated by the symbol. ഇത് സ്ക്വയർ റൂട്ടിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. ഓക്കെ. ദെൻ സിമിലർലി ദ ഫാക്ട് ദാറ്റ് ദ സ്ക്വയർ ഓഫ് 5 ഈസ് 25 ക്യാൻ ആൾസോ ബി സ്റ്റേറ്റഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈസ് 5. അപ്പോൾ 5 സ്ക്വയർ 25 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്ക് ആ സിമ്പിൾ ഇട്ടിട്ട് ഒന്ന് എഴുതി നോക്കാം എങ്ങനെയാണത് വരുന്നത്. 3 സ്ക്വയർ 9 ആണെങ്കിൽ square root of 9 is 3. The next 13 square 169. So square root of 169 is 13. Okay, next one 5 square 25. So square root of 25 is 5. ഇങ്ങനെ നമുക്ക് സിമ്പിൾ യൂസ് ചെയ്ത് എഴുതാം. ഓക്കെ. സ്ക്വയർ ഓഫ് 3 9 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 3. സ്ക്വയർ ഓഫ് 13 169 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈസ് 3. ഓർ 5 സ്ക്വയർ 25 സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈസ് 5.
Okay, clear? Next, in general, for numbers x and y, if x square equals y, then root y equals x. x square equals y ആണെങ്കിൽ നമുക്ക് പറയാം root y equals x. ഓക്കെ, ഇപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ y ആണെങ്കിൽ ആ വൈൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്. ഓക്കെ, ദ നെക്സ്റ്റ്, find out the square root of these numbers. Let us check some examples. First one, 100. The next, 1/4. Next one, 1.44. Next, 0.01. Question എന്താണ്? Find out the square root of the numbers. ഈ നമ്പേഴ്സുകളുടെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 100, ദിസ് ഈസ് 10. വൈ? വി ഹാവ് 10 സ്ക്വയർ ഈസ് 100. നെക്സ്റ്റ് ഹിയർ 1/4. സ്ക്വയർ റൂട്ട് ഓഫ് 1/4 ഈസ് 1/2. അതായത് 1/2 എന്ന ഫ്രാക്ഷൻ്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത്? 1/4. The next one, square root of 1.44. എന്തായിരുന്നു? 1.2. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ? 1.2ൻ്റെ സ്ക്വയർ ആയിരുന്നു 1.44. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1.44 ഈസ് 1.2. ലാസ്റ്റ്, സ്ക്വയർ റൂട്ട് ഓഫ് 0.01. എന്താ വരിക? 0.1. ഓക്കെ, ഇപ്പോൾ 1.2ൻ്റെ സ്ക്വയർ 1.44 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 1.44 ഈസ് 1.2. അതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 0.01 ഈസ് 0.1. ഇത് 0.1ൻ്റെ സ്ക്വയർ ആണ് 0.01. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാണുന്നത്. Can you understand how to find out the square root? Okay. Today's class is over. Thank you.